ഇത്രയും ഗതികെട്ട ഭർത്താവ് ലോകത്ത് എവിടെ ഉണ്ടാവില്ല. അതായത് ഭാര്യ ഭർത്താവിന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജ്യോതിഷന്റെ അടുക്ക പോയതാണ്. ആ ജ്യോതിഷൻ അപ്പാട് പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. അതായത് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇയാൾ പണ്ടേ മരിച്ചു പോകേണ്ടതാണ്. നിങ്ങളുടെ എന്തോ ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പൂജ പെട്ടെന്ന് തന്നെ നടത്തിയിട്ടില്ലെങ്കിൽ ഇയാളുടെ ജീവന് അപകടമുണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇത് കേട്ട ബാധ്യം എന്ന് പറഞ്ഞാൽ, എന്റെ ജ്യോതിഷരെ, ഭഗവാനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഭർത്താവും വീട്ടിൽ ഒരാളും ഇല്ലാത്ത സമയത്ത് എന്നെ വിളിക്കുക, ഒരു പ്രധാനപ്പെട്ട ഒരു പൂജയുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ജ്യോതിഷനോട് പറഞ്ഞു, നാളെ ഉച്ചക്ക് 12 മണിക്ക് വന്നാലേ ആരും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ജ്യോതിഷം പോയി പൂജകൾ നടത്തി വന്ന് തിരിച്ചു വരികയും ചെയ്തു. പൂജ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷം പോയിട്ട് ഈ സ്ത്രീയെ അങ്ങ് കയറി പിടിച്ചു, അത്ര തന്നെയായിരുന്നു, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്, ഇതിലും നല്ലത് ആ ഭർത്താവ് മരിക്കുന്നതായിരുന്നു, ഇത്രയും ഗതികെട്ട ഭർത്താവ് ലോകത്തേടി ഉണ്ടാവില്ല എന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഈ സ്ത്രീ എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പരാതിയുമായിട്ട് പോയിരിക്കുകയാണ്, അയ്യോ ജ്യോതിഷൻ എന്നെ കയറിയിട്ട് അങ്ങ് പിയാക്കി എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെയുള്ള മണ്ടന്മാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ കുറെ എണ്ണത്തിന്റെ വാക്കും കേട്ടിട്ട് ഇവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് പൂജ എന്ന് പറയുന്ന സംഭവത്തിൽ ഏർപ്പെടുന്ന ഇവരൊക്കെ എന്ത് പറയാനാണ്? പണ്ട് സന്തോഷ് മാധവൻ ഇതായിരുന്നു, സകല സിനിമാ താരങ്ങളെയും പിടിച്ചിട്ട് തന്നെ നാരീപൂജ നടത്തി എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഈ നാരീപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് മാധവൻ ഇങ്ങനെ പൂജ ചെയ്യും, അതിന്റെ ഉള്ളിൽ തുണി അയച്ചിങ്ങനെ നിൽക്കണം. ഇത് സകല സിനിമാ താരങ്ങളും പോയി എന്ന് പറഞ്ഞത്. അതായത് സിനിമാ താരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനാവൂലും. അതായത് ഈ നാരി പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെച്ചടി കയറ്റാന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പലരും അതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട് കേട്ടാ. പല വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഈ നാരി പൂജയിൽ പെട്ടത്. അത്യാവശ്യക്കാരൊന്നുമല്ല. ആ പൂജക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വാങ്ങിച്ചത് ലക്ഷങ്ങളാണ്. 50 ലക്ഷം 25 ലക്ഷം ഉറുപ്പിയിലാണ് വാങ്ങിച്ചത്. നമ്മളെ ഒരുപാട് നടിമാരുണ്ട്, നിങ്ങൾക്ക് പത്രമൊക്കെ നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ. അപ്പൊ ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ടീമുകളിൽ മലയാളികളിലുണ്ട്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം തന്നെ പേടി മാറാൻ വേണ്ടിയിട്ട് 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആനേന്റെ കാലിന്റെ അടിയിലൂടെ നടന്നെയാണ്. ഈ ആനയാണെങ്കിൽ ഒരു പാപ്പാനെയും കയറ്റം ചവിട്ടിക്കൊന്നയാന്നാ പറയുന്നത്. അവിടുന്ന് എന്ന് പറഞ്ഞ് ഈ ആനയൊന്ന് ഇടഞ്ഞതാണ്. ശരിക്ക് ആ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ പേടി പോയിനോ അല്ലെങ്കിൽ കുഞ്ഞിന് ഇത് മനസ്സിലായിനോ എന്നൊന്നും അറിയില്ല. 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ഇത് മനസ്സിലാകാനില്ല. പക്ഷെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. ഇനി അവരെ പേടി ജീവിതത്തിൽ പോകത്തുമില്ല. അങ്ങനെയുള്ള ചില വിദ്വാന്മാർ വേറെ. ഈ പൂജകൾക്കും ഇതിൽ കർമ്മങ്ങൾക്കും വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കുന്ന ആൾക്കാർ വേറെ. ഇതിനിടയ്ക്ക് ഒരുത്തിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴേ അവനുള്ളത് 5 ലക്ഷം റുപ്യ കടാന്ന്. ആ കടം വീടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ജ്യോതിഷരെ എന്ന് പറഞ്ഞ് പോയിട്ട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു 4-5 പേര് കിട്ടാത്ത ഒരു ഹോമം പറഞ്ഞു ഇത് ചെയ്താൽ മതി എന്ന്. അങ്ങനെ ചെയ്തപ്പോഴേ അതിന് ചെലവായത് 1,4 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടൽ കടം പിന്നീട് 6,4 ലക്ഷം രൂപയായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള മണ്ടന്മാർ കേരളത്തിൽ. അതായത് നമ്മൾ എപ്പോഴും ദൈവത്തിനെ വിളിക്കുന്നത് എപ്പാന്നല്ലേ, ഈ നമ്മൾ പൊട്ടി തകർന്ന് ഇതായിട്ട് അങ്ങനെ നക്കിയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ദൈവത്തിനെ വിളിക്കുക. അതെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ അറിയോ, ഒന്ന് അറിഞ്ഞോക്ക്. അതായത് നിന്റെ നല്ലതാണോ നിന്റെ ഇത്, അല്ലെങ്കിൽ ഇതാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ശുക്രനോ ശനിയോ ഞായറോ തിങ്കളോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ, ഒന്ന് പോയിട്ട് അന്വേഷിക്കുമെന്ന് പറയും. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയി നിൽക്കും. നമ്മളെ മുഖഭാവം കാണുമ്പോൾ ഏതൊരുത്തനും അറിയാം ഇവൻ ഒരു 10-25 ലക്ഷം റുപ്യ കടമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ വന്നിനെന്ന് കൃത്യമായിട്ട് അറിയാം. ആ ജ്യോതിഷം പിന്നെന്ത് ചെയ്യും, അവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പൂജകളും പറയും, പല കാര്യങ്ങളും പറയും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സലീം കുമാർ ഏതൊരു സിനിമയിൽ വെക്കുന്ന പോലെ കുടും എന്ന് മറ്റേ 4 പൊറുക്കി വെക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലാട്ടാ. അതായത് ഈ ജ്യോതിഷ പണ്ഡിതനായ നമ്മളെ ഹരി പത്തനാപുരമുണ്ട്. അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ദിവസം 2 ലക്ഷം 3 ലക്ഷം രൂപ വെച്ച് സമ്പാദിക്കാം. അതായത് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തരാനും പൈസ തരാനും ആളുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീർക്കണം. ഒരു ജ്യോതിഷനും വന്ന് തീർക്കാൻ പറ്റൂല. അതായത് നമ്മളെ കടമുണ്ടെങ്കിൽ നമ്മളെ നല്ലോണം തിന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ കൂത്താടി നടന്നിട്ടും കട ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തീർക്കണം. അല്ലാതെ ഒരു ജ്യോതിഷനും വന്നിട്ട് കടം തീർത്ത് തരൂല. അതുപോലെ ഒരു ശക്തിയും വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് കുറച്ച് പൈസ എന്ന് പറഞ്ഞിട്ട് തരൂല. എല്ലാത്തിനും നമ്മൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക തന്നെ വേണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരാൾ പോലും നമുക്ക് 10 പൈസ കടം തരൂല. അവന്റെ അടുക്ക പൈസ ഉണ്ട്. ഇതിനടുക്ക് മോഹൻലാലിന്റെ അനിയനാന്ന് പറഞ്ഞൊരു വേട്ടാവളിയും വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നത് എന്താ വെച്ചാൽ, ആകെ ചോദിച്ചിട്ട് അയാൾ 15 ലക്ഷം രൂപ എനിക്ക് തന്നത്, അതും എനിക്ക് ചായ കുടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നത്. അതായത് മോഹൻലാലിന്റെ അടുത്ത് പോയിട്ട് സ്ഥിരമായിട്ട് പൈസയ്ക്ക് ചോദിച്ചിട്ട് അയാൾ ഏകദേശം 15 ലക്ഷം രൂപയോളം കൊടുത്തു. അതായത് അനിയനാണ്, വകയിലൊരു അനിയനാണ്, അച്ഛന്റെ അനിയന്റെ മോനോ അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ പൈസക്ക് പോയി ചോദിച്ചപ്പോൾ ഇയാൾ കൊടുത്തില്ല. കൊടുക്കാതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ശത്രുവായി. അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിന്, ഇതുപോലെ ഒരു അനിയനാ പിന്നെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത് എന്ന്. കാരണം അമ്മാതിരി പറച്ചിലാന്ന് മോഹൻലാലിനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം നമ്മുടെ നാട്ടിൽ വേറെയും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആ ഓസിന് വലിക്കാൻ പറ്റുക, അങ്ങനെ പോയിട്ട് ബലിച്ചു തിന്നുന്ന ടീമുകൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് യേശുദാസിന്റെ അനുജൻ.
അയാൾ എന്ന് പറയുന്നത് ഒരുപാട് കടവും അതുപോലെ തന്നെ ദാരിദ്ര്യവും കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും യേശുദാസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അയാൾക്ക് കൊടുത്തിട്ടില്ല, 10 പൈസ യേശുദാസ് സഹായിച്ചിട്ടില്ല. ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരാൾക്കൊരു ദാനോ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അയാൾക്ക് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഇത് ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ സഹായിക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ യേശുദാസ് എപ്പോഴും എന്ന് പറഞ്ഞാൽ അയാൾക്ക് കള്ളു കുടിക്കാനും അതിനൊക്കെ പൈസ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരും ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ചൂഷകര്, ചില സ്വാമിമാര്, പണ്ടത്തെ സ്വാമിമാരുടെ കഥ ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊരു കാലത്ത് ഭയങ്കരമായിരുന്നു. ഏതായാലും ശ്രീനിവാസന്റെ മകന്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ അങ്ങനെയുള്ള കഥകൾ കുറവായിരുന്നു. എന്താണെന്നറിയാം, പ്രധാനപ്പെട്ട ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളില്ലാത്ത ആൾക്കാരാണ്. ഈ മക്കളില്ലാത്ത ആൾക്കാരെ വിളിച്ചിട്ട് ഇവർ പലതരത്തിലുള്ള ഭസ്മം പാരി എറിയലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ അകത്ത് ആ ഒരു സിനിമയിൽ മകന്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ ജഗദീന്റെ കഥാപാത്രം ഇതാണ്. ജഗദീന്റെ കഥാപാത്രം ബിന്ദു പണിക്കരോട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പൂജക്ക് പോകുന്നത്. അവസാനം ബിന്ദു പണിക്കറാർന്ന് ജീവനും കൊണ്ട് ഓടുന്നത്. അപ്പോഴാണ് ജഗദീന്റെ സ്വഭാവം പിടികിട്ടിയത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്വാമിമാർ ഇങ്ങനെ ആസാമിമാർ ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ചില ആസാമിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയും മുതലെടുക്കും. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് പ്രാർത്ഥനക്കും എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റെഡിയാണ്. അതിൽ മുതലെടുക്കുന്ന ചില വേട്ടാപുളിയന്മാരും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവഹാനിക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ തൊഴിലിനോ അതൊക്കെ അഭിവൃദ്ധിപ്പെടാനും പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണക്കാരനാകാനൊക്കെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം തകർന്നടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പരാതിയും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? പൊന്നു പങ്ങളെ, ജീവഹാനി ഇല്ലാതെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം നോക്കുക. കാരണം എന്താ വെച്ചാൽ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? അതുപോലെ തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താതെ, ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താത്തത് ഭാഗ്യം നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും സുഖമുള്ള പരിപാടി എന്താ അറിയാ? ഈ സ്വാമിമാരായിട്ട് നടക്കുക, ഇല്ലെങ്കിൽ പെണ്ണുവേഷം കെട്ടിയിട്ട് നടക്കുക. കാരണം ഇത് രണ്ടും ആകുമ്പോഴും പണിക്ക് പോകണ്ട. പണിക്ക് പോകാണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാം. എവിടെയെങ്കിലും ഒരു കാട് പിടിച്ച പ്രദേശങ്ങൾ പോയി നോക്കുക. അല്ലെങ്കിൽ ഞാൻ നുണയാണെങ്കിൽ നിങ്ങൾ നോക്കി ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ കാട് പിടിച്ച പ്രദേശത്തോ. നമുക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാല്. നമ്മൾ തന്നെ പേടിച്ചു പോകുമായിരുന്നു. ചിലപ്പോൾ പെട്ടെന്ന് ചാടി പോകുമായിരുന്നു ആൾക്കാർ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നുണയൊന്നുമല്ല പറയുന്നത്. ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കൊന്നുമല്ല. നല്ല സ്വാമിമാരുണ്ട്. നല്ല സ്വാമിമാർ എന്നെ ഒന്നും ചെയ്തേക്കല്ലേ, എന്നെ ശപിച്ചേക്കല്ലേ. പണ്ടത്തെ പോലെ ഹും ഹും എന്ന് പറഞ്ഞിട്ട് ശപിക്കുന്ന പോലെ അങ്ങനെ ശപിച്ചേക്കരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പം കാണുന്നില്ലേ ഒരു സ്വാമി പച്ച തെറി പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു സ്വാമി, അത് പേരും അറിയില്ല, എന്തൊരു നാഗ ചൈതന്യ നാഗ അങ്ങനെ എന്തൊക്കെ പേരിട്ടാൽ മതി. മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ സ്വാമിമാർക്ക് നല്ല മാർക്കറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സർവം മായ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യരുടെ ഒരു കഥാപാത്രമുണ്ട്. അയാള് പൂജ എന്ന് പറയുന്നത് മൊത്തം വിദേശത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനടുത്ത് തന്നെ ഒരു വീട് വാങ്ങിച്ചിരിക്കുവാണ്. കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ വിദേശ പൂജ സ്വാമി എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ആ വിദേശത്തേക്കോ അങ്ങനെയൊക്കെ സ്വാമിമാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മന്ത്രോ തന്ത്രമൊന്നും പഠിക്കൊന്നും വേണ്ട, എല്ലാം യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ചില സ്വാമിമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബ് തുറന്നു വെച്ചിട്ടാണ് മന്ത്രം. പണ്ടൊക്കെ സ്വാമിമാർ കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു. 1001 മന്ത്രം ചൊല്ലുമ്പോൾ അവർക്ക് കുറച്ച് കഷ്ടപ്പെടണം കുറച്ച്. ഇപ്പൊ അതല്ലേ, ഇപ്പൊ ഈ പിന്നെ മറ്റേ ഇതിന്റെ അകത്ത് നോക്കിയിട്ട് ചെല്ലിയാൽ മതി. ഏത് ടാബ് മുമ്പിൽ ഉണ്ടാകും, അതിന്റെ അകത്ത് നോക്കിയിട്ട്. ഇനി അതും വേണ്ട, യൂട്യൂബ് വേണമെങ്കിൽ ഓം എന്ന് പറഞ്ഞിട്ട് അതും ചൊല്ലി തരുവാർന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് പൂജ പഠിക്കാം, ഇതൊക്കെ ചെയ്യാം. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പോയിക്കോ, ഇതെല്ലാം വിശ്വാസം എല്ലാം നല്ല തന്നെയാന്ന്. പക്ഷേങ്കിൽ ഇമാതിരി കൂതറകളിയൊന്നും എടുത്ത് പോയിട്ട് പണി വാങ്ങിച്ചു കൂട്ടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഹൈപ്പ് ചെയ്തു, ഇതെല്ലാം ആർക്കും അറിഞ്ഞോട്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നായിന്റെ വാല് 25 കൊല്ലം ഇനി അതിന്റെ ഉള്ളിലിട്ട് നടന്നു കഴിഞ്ഞാലും അത് നീരാൻ പോകുന്നില്ലല്ലോ. 12 കൊല്ലം പണ്ടായിരുന്നു, ഇപ്പൊ 25 ആക്കിയിട്ടുണ്ട്. ന്യൂ ബനാന ടോക്കാണ്. ബൈ ബൈ.